നാട്ടിൽ കലയും കലാകാരനും ജീവിത സാധുക്കളിൽ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ കിരീടം വെക്കാത്ത രാജാക്കന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കുന്നത് കാലഘട്ടത്തിന്റെ വ്യവസ്ഥ. അനുഷ്ഠാന കലകൾക്കായി ജീവിതം ഹോമിച്ചവർക്ക് പ്രണാമങ്ങളോടെ. അപ്പനക്കറിയാൻ പാടില്ലേ, കുണ്ടൂർ ചാമുണ്ടി കെട്ടി പുറപ്പെട്ട തിരികടിക്കൽ വേണ്ടി വരുമെന്ന്. മോളെ അറിയാൻ പാടില്ല. ഈ പുലമാരിതൻ പാള കിട്ടിയ പുലച്ചാമുണ്ടേയാകൂന്ന് ഭജേ അങ്ങ് ഓണക്കാലത്ത് തെക്ക് ചിങ്ങാര കൊട്ടണ കേൾക്കുമ്പോ ഈ അപ്പനക്ക് ഇനി പൊറക്കണില്ലടി. ഇരിക്കട്ടോ, ഇത്രയും കാലം വാൽ കടിച്ചു പിടിച്ച ഏകേനും പൊയ്ക്കണ്ടമെടുത്ത നാടുനീളം നടന്ന് തണ്ടിക്കോ. അരുത്, നമ്മുടെ അപ്പനോട് അങ്ങനെയൊന്നും പറയരുത്. എങ്ങനെയാ പറയണ്ടേ? കുടിപ്പളവും പണ്ടാരക്കാശുമല്ലാതെ എന്തും കിട്ടിയടി ഇമ്മടെ ഈ അപ്പനക്ക്. വേണ്ട, എനക്കൊന്നും വേണ്ട. പട്ടും വളയും പത്മശ്രീയും ഒന്നും. ഇത് കണ്ട, ഇത് മതി. കുത്തിത്തിരിക്കുന്ന സംഗതികൾ അതാണ് നമുക്ക് വേണ്ടത്. അരുത്, എന്റെ അപ്പന്റെ കണ്ണുകൾ മൂടിക്കെട്ടരുത്. അപ്പാ, അപ്പൻ കണ്ണ് തുറക്കരുതപ്പ. കണ്ണ് തുറന്നാൽ അപ്പനെ കൊണ്ടാടാൻ കഴിയില്ല. ആരറിഞ്ഞു കഴിയില്ലെന്ന്? ഈ തലയിൽ കെട്ടിവെച്ച പഴയും മുളയും കൂട്ടിക്കെട്ടിയ കോലം ആരെങ്കിലും പേടിക്കുക. വീട്ടിലെ കണ്ണാടി കൂട്ടിയിടക്കാരെങ്കിലും തലമുറകളായിട്ട് ഭഗവതിയെ മാത്രം സേവിച്ചു കഴിഞ്ഞോനാ രാമക്കുറിപ്പ്. എന്റെ മൂത്തമോൻ വിശപ്പ് സഹിക്കാണ്ട് നാട് വിട്ട് നമ്മുടെ കുട്ടിക്ക് ദീനം പൊട്ടിയപ്പോ പള്ളി വാളും കയ്യിലേന്തി എന്നിട്ടോ ലക്ഷ്മി കുട്ടിയുടെ തേങ്ങ തുക്കാൻ കഴിയാതെ വന്നപ്പോ അത് ചെയ്തു. പള്ളിവാളും കാൽച്ചിലമ്പും മൂശാരിക്ക് തൂക്കിയിട്ടു. ദൈവത്തിന് വേണ്ടാത്ത കലാകാരന്മാർ സമൂഹത്തിന് ബാധ്യതയോ? ഈ ചോദ്യം ഇന്നും ബാക്കി. നന്ദി, നമസ്കാരം.